എല്ലാവരും പറയുന്നത് ഈ ഗ്രഹങ്ങളും ഗോളങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ വെച്ചാണ് പ്രവചിക്കുന്നു. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ട്. കാര്യം വെച്ചാൽ സൂര്യൻ എന്ന് പറയുന്നത് ഉള്ളതാണ്, ചന്ദ്രൻ എന്നുള്ളതാണ്, ശുക്രൻ എല്ലാം ഉള്ള സാധനമാണ്. ഉള്ള സാധനം വെച്ച് ബന്ധിപ്പിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഗ്രഹജ്യോതിഷം മാത്രമല്ല ഉള്ളത്, ലോകമെമ്പാട് 100 കണക്ക് ജ്യോതിഷങ്ങളുണ്ട്, അതായത് പ്രവചന വിദ്യകളുണ്ട്. കൈ നോക്കി പറയുന്നവരുണ്ട്. അതിന്റെ വിശ്വാസികളെ സംബന്ധിച്ചോളം അത് വളരെ ശരിയായ കാര്യമാണ്. ചില അക്ഷരം നോക്കി പറയും, നിങ്ങളുടെ പേരിന്റെ അക്ഷരം. ഇപ്പൊ ജയലളിത എന്നുള്ളത് ജയലളിത, അപ്പു ആർട്സ് എന്നുള്ളതിന് ആ മാറ്റിയിട്ട് കെയോ അങ്ങനെ വാക്കാണെന്നുണ്ടെങ്കിൽ ആ ക്ലബിന് ഭയങ്കര നേട്ടം ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് പറയാം. സംഖ്യാ ജ്യോതിഷമുണ്ട്, സംഖ്യകൾ വെച്ച് ഓരോ അക്ഷരത്തിനും സംഖ്യകൾ കൊടുത്തിട്ട്. വെറ്റില ജ്യോതിഷമുണ്ട്. വെറ്റില എന്ന് പറയുമ്പോൾ ചക്കുളത്ത് ചെന്ന് കഴിഞ്ഞാൽ വെറ്റില നോക്കിയിട്ട് അതിന്റെ നാഡീ ഞരമ്പുകൾ, വലിപ്പം, അതിനകത്ത് പുള്ളി, പോര് ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും പറയും. എല്ലാം കറക്റ്റായിരിക്കും. എല്ലാം കറക്റ്റാവുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ആഫ്രിക്കൻ ഗോത്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ, മെക്സിക്കൻ ഗോത്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ, യൂറോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ, യൂറോപ്പിലെ 9 ഗ്രഹങ്ങളെ എടുത്തുകൊണ്ടാണ് അവർ ജ്യോതിഷം. പ്ലൂട്ടോയെ വരെ എടുത്തുകൊണ്ട് അവർ നന്നായിട്ട് പ്രവചനം നടത്തിക്കൊണ്ടിരുന്നു. അതെല്ലാം ശരിയായിരുന്നു. ഇവിടെ പ്ലൂട്ടോയും യുറാനസും നെപ്റ്റ്യൂണൊന്നും ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ നടത്താറുണ്ട്, ഇന്ത്യയിലും ശരിയാണ്. പിന്നെ ഇതൊന്നും ഇല്ലാതെ നടത്താറുണ്ട്, ഇതെല്ലാം ശരിയാണ്. അപ്പം ഫസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞു, പ്രവചനമല്ല. സെക്കൻഡ് പോയിന്റ് ഇതാണ്, ഈ സൗരയൂഥമോ ഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന സംഗതികളെ എല്ലാം തന്നെ ഇല്ലാതായാൽ പോലും ജ്യോതിഷം ഒന്നാം തരമായിട്ട് വിജയിക്കും. കാരണം സൗരയൂഥമായിട്ടോ സൂര്യനുമായിട്ടോ ചന്ദ്രനുമായിട്ടോ അതിന്റെ പ്രദക്ഷിണമായിട്ടോ ഒന്നും ഇതിന് യാതൊരു ബന്ധവും ഇല്ല. സീറോ ബന്ധം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നാം. അതിനെയാണ് നമ്മൾ മാജിക് കണ്ടിട്ടില്ല, നിങ്ങൾ ഇല്യൂഷൻ. ഒരു പെൺകുട്ടിയെ നിങ്ങളുടെ മുന്നിൽ വെച്ച് 3ആയിട്ട് വെട്ടിമുറിച്ചിടുന്നു. നിങ്ങൾ കാണുന്നുണ്ട്, പാവം നിങ്ങൾ ആവുന്നുണ്ട്. പക്ഷെ അങ്ങനെ വെട്ടിമുറിച്ചിട്ട് കഴിഞ്ഞാൽ അയാളുടെ അവസാനത്തെ മാജിക് ആയിരിക്കും അത്, അല്ലേ? ജ്യോതിഷം അതേ കണക്കൊരു ഇല്യൂഷനാണ്. പക്ഷെ ആക്ച്വലി ഒരു സെറിബ്രൽ സ്റ്റാൻസ് ആണ്. നിങ്ങളുടെ മസ്തിഷ്കപരമായിട്ടുള്ള ഒരു വഴക്കമാണ് അന്ധവിശ്വാസങ്ങളിലേക്കും. 2 കാര്യങ്ങൾ. ഒന്ന്, ഷോർട്ട് കട്ട് എന്ന് വെച്ചാൽ കുറുക്ക് വഴിയിലൂടെ ഒരു നിഗമനത്തിലെത്തുക. 2, സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള വൈമനസ്യം. ഭർത്താവും ഭാര്യയും കൂടെ പൊരിഞ്ഞാടി ജ്യോതിഷിയെ പോയി കാണുന്നു. അയാൾ സ്വന്തം ഭാര്യയായിട്ട് അടിയും കഴിഞ്ഞിട്ടായിരിക്കും ഫ്രണ്ടിൽ 10 മണിക്ക് ഈ സാധനമായിട്ട് സെറ്റപ്പായിട്ടിരിക്കുന്നത്. അയാളൊക്കെ ചെന്ന് ചോദിക്കും, എന്താ പ്രശ്നം? അപ്പോൾ പറയുന്നുണ്ട്, പ്രശ്നമുണ്ട്. ഒരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ, കൺസേൺഡ് ആയിട്ട് ഒരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ അവരോട് പറയാവുന്ന ഒരു 10 കാര്യമുണ്ട്. ഒന്ന്, കുട്ടികളെ കൊണ്ട് പ്രശ്നമുണ്ട്, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസമില്ല. ഭർത്താവിനെ കൊണ്ട് പ്രശ്നമുണ്ട്, കുടി, വലി, പിടി, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയില്ല. ആർക്കും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവില്ല അവരെ സംബന്ധിച്ച്. കാര്യം നമ്മൾ നോക്കുമ്പോൾ അവർക്ക് നല്ല പണമായിരിക്കും, പക്ഷെ അവർ പൊതുവിൽ അസംതൃപ്തരായിരിക്കും. ഇങ്ങനെ കുറെ രോഗം, അല്ലെ? നടുവേദന ആർക്കും ഉദ്ദേശിച്ചില്ല. പടി കയറി വരുന്ന ബുദ്ധിമുട്ട് കാണുമ്പോൾ പറയാം, മുട്ടിന് വേദനയും നടുവേദനയുണ്ട്, അല്ലേ? ശുക്രൻ എവിടെ നിൽക്കുന്നുണ്ടാണ്. അയ്യോ, ഇതെങ്ങനെ മനസ്സിലാക്കി? ഇങ്ങനെ ഒരു 10-15 കാര്യങ്ങൾ ആരെക്കുറിച്ച് പറയാൻ പറ്റും. ഈ കാര്യങ്ങളെല്ലാം പൂർണ്ണമായോ ഭാഗികമായോ ഒരല്പമെങ്കിലും ശരി കാണാത്ത ആരും ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ ഇയാൾ എന്താ പറയുന്നതെന്നറിയോ? ഇയാൾ പറയുന്നത്, പ്രശ്നമുണ്ട്, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിനൊരു കാരണം അത് നിങ്ങളുടെ ഭർത്താവിന്റെ കുഴപ്പമല്ല എന്ന് പറയും. അപ്പോഴത്തേക്ക് നമ്മളുടെ മുഖം വല്ലതാണ്, അങ്ങനെയാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം. എന്നിട്ട് ഇയാൾ പറയുന്നത് ഭർത്താവിന്റെ കുഴപ്പമില്ല. എന്നാ പോട്ടെ എന്ന് പറയും, ചേച്ചിയുടെയും കുഴപ്പമില്ല. അതോടുകൂടി വളരെ സംതൃപ്തിയായി. കാരണം എല്ലാവരും, അമ്മായി ഉൾപ്പെടെ എല്ലാവരും നമ്മളെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരാളിരുന്ന് പറയുകയാണ്, വലിയൊരാള് ഷർട്ടൊന്നും ഇടാതെ ഒരാളിരുന്നിങ്ങനെ പറയാണ് ചേച്ചിയുടെയും കുഴപ്പമില്ല. ഇത് കഴിഞ്ഞ് ആനന്ദത്തിന് വേറെ മാർഗമില്ലല്ലോ. എന്നിട്ട് എന്താ പ്രശ്നം? പ്രശ്നം ചേച്ചിയല്ല, ഭർത്താവല്ല. പ്രശ്നം എന്താണ്? ലോ മേടിൽ. നമുക്ക് വളരെ തൃപ്തിയാവും. കാര്യം നമ്മൾ ചെയ്യുന്ന നമ്മുടെ കയ്യിലിരിപ്പ്, വായിലിരിപ്പ്, വീട്ടിലിരിപ്പ്, നാട്ടിലിരിപ്പ്, ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ടല്ലോ, ഇതൊന്നും നമ്മളുടെ കുഴപ്പമല്ല. ഇതൊക്കെ അവിടെ കിടക്കുന്ന വലിയ കോടിക്കണക്കിന് കിലോമീറ്റർ അകലുകൾ നടക്കുന്ന പാറക്കെട്ടുകളും വാതക ഭീമന്മാരും ഒക്കെയാണ് നമ്മളുടെ മുഖക്കുരു മുതൽ മൂലക്കുരു വരെ, കോഴിക്കാല് മുതൽ കുഞ്ഞിക്കാല് വരെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്ന് അറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം എന്തുമാത്രമായിരിക്കും. ഈ ഗ്രഹങ്ങളൊക്കെ നമ്മളെങ്ങനെ നോക്കിയിരിക്കുക. നമ്മൾ ഒരു മുഖക്കുരുടെ കൊടുക്കണം, അവന്റെ അഹങ്കാരം കുറയ്ക്കണം. ഇവന്റെ കല്യാണം ഇപ്പം നടത്തരുത്, അല്ല ഇവന് വേറൊരു അസുഖം കൂടെ കൊടുത്താലോ, അല്ല ഒരു ആക്സിഡന്റ്, ഞാൻ അങ്ങോട്ട് പോയി നിൽക്കാം, ഇങ്ങോട്ട് പോയി നിൽക്കാം, ഗ്രഹങ്ങൾ തീരുമാനിക്കും, നക്ഷത്രങ്ങൾ തീരുമാനിക്കും. ഇങ്ങനെയൊക്കെ വിശ്വസിക്കാനായിട്ടുള്ള മനുഷ്യന്റെ ഒരു അല്പത്തരം ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ ജ്യോതിഷത്തിന്റെ അടിസ്ഥാനം. മഹാഗോളങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ എന്ന് പറയുന്ന സാധനം എന്താ ചെയ്യുക? 13 ലക്ഷം ഭൂമി എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത്രയുണ്ട് സൂര്യൻ. 1300 ഭൂമി എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത്രയുണ്ട് വ്യാഴം. ജ്യോതിഷം ഉണ്ടായത് യഥാർത്ഥത്തിൽ ഭൂമി കേന്ദ്രീകൃതമായിട്ടുള്ള സാധനമാണ്. ഭൂമിയാണ് ഏറ്റവും അറിയാവുന്ന ഏറ്റവും വലിയ വലിപ്പമുള്ള വസ്തു. ഇന്ന് ഭൂമി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ ഒരു എന്താ പറയുക, ഒരു സ്പെക്ക്, ഒരു പൊടിപടലം പോലും അല്ല. സൂര്യൻ എന്ന് പറയുന്ന പോലും ഒരു പൊടി പോലും അല്ല. ആകാശ ഗംഗ എന്ന് പറയുന്ന പോലും ഒന്നുമല്ല. ഇന്ന് നമ്മൾ ഈ സാധനമായിട്ട് നടക്കുക. അത് ഈ സ്റ്റാറുകളിലൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇനി ജ്യോതിഷികൾക്ക് ഇതൊക്കെ അറിയാവുന്ന ചോദിക്കും. അവർക്ക് ഈ നക്ഷത്രങ്ങളെ കുറിച്ചോ ആകാശങ്ങളെ കുറിച്ചോ എന്തെങ്കിലും അറിയാവുന്ന നിങ്ങൾ ചോദിച്ചേക്കാം. അവർക്ക് ഒന്നും അറിയില്ല, അവർക്കൊന്നും അറിയേണ്ട കാര്യമില്ല. അവർക്കൊരു പഞ്ചാംഗം 3-4 പുസ്തകങ്ങൾ ഫലഭാഗം പറയുന്ന കാര്യങ്ങളുണ്ട്, അതെടുത്ത് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന ആളാണ് ഇതെല്ലാം ശരിയാക്കി എടുക്കുന്നത്, ഇയാളല്ല. ജ്യോതിഷിക്ക് ഒന്നും ഞാൻ ചെയ്യാനില്ല, മനസ്സിലായില്ല? ഞാൻ ഉള്ളി കാണിക്കുന്നു, നിങ്ങൾ കരയുന്നു, മനസ്സിലായില്ല? അതാണ്. നിങ്ങൾക്ക് കണ്ണുനീർ ഗ്രന്ഥികൾ ഉള്ളതുകൊണ്ട്
അതായത് ഈ വിശ്വാസിയാണ് ജ്യോതിഷവും കൈനോട്ടവും കലങ്കറക്കും വാസ്തുവും എല്ലാ സാധനവും എല്ലാ വിശ്വാസങ്ങളും ശരിയാക്കി എടുക്കുന്നത് ഈ ഇതിനകത്തെ 1.5 കിലോ സാധനമാണ്, 1.5 കിലോ ജെല്ലി.